ഹായ് ഗായ്സ്, നമ്മൾ ആ മിക്കിൻ സർവേലിൻ്റെ പാർട്ട് 3 ആണ് ഗൈസ്. ഓക്കെ, അല്ല ഗൈസ്, ഇവൻ പോണ ഗൈസ്. എന്തോ അവൻ നടക്കാനൊക്കെ തുടങ്ങി ഗൈസ്. നമുക്ക് വുഡൊക്കെ കളക്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മളെ ബാക്കിൽ 2 സ്ഥലം എന്തോ ഡാമേജ് ആയിപ്പോയി ഗൈസ്. നമുക്ക് പിന്നെ പാൽ സ്പിയർ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കണ്ടുപിടിച്ച് ഇപ്പം നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തൊക്കെയാണ് കിട്ടിയത്? എനിക്ക് വേറെ ഒന്നും കിട്ടിയില്ല ഗൈസ്. എന്തോ ഒരു സാധനം കിട്ടി, എനിക്ക് എന്താണെന്നൊന്നും മനസ്സിലായില്ല. ഓക്കെ, നമുക്കിന്ന് ഏതെങ്കിലും ഒരു വലിയ പാലിനെ പിടിക്കണം ഗൈസ്. ഫസ്റ്റ് തന്നെ ഞാൻ വർക്ക് ബെഞ്ച് ഉണ്ടാക്കാനുള്ള ഇതുണ്ടാകും നോക്കട്ടെ ഗൈസ്. റിപ്പയർ ബെഞ്ചാണ് സോറി. റിപ്പയർ ബെഞ്ച് നമുക്ക് എവിടെയായിട്ട് വയ്ക്കാം? ഇവിടെയായിട്ട് വയ്ക്കാം ഗൈസ്, ഇവിടെയായിട്ട്. ഓക്കെ ഇതിൻ്റെ അതിന് 1 മിനിറ്റാണ് ഗൈസ്. നമുക്ക് ഞാനും എല്ലാവരും കൂടെ ആയിട്ടത് വർക്ക് ചെയ്യാം. ഓക്കെ, എൻ്റെ വർക്ക് തീർന്ന്. ഓക്കെ, നമുക്ക് ഇതെന്താണ് റിപ്പയർ ചെയ്യണം. ഓക്കെ, ഇത് റിപ്പയർ ചെയ്യാമല്ലോ. ഗൈസ് റിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് നമ്മളെ ബാഗ് ഉണ്ടല്ലോ, അത് ഊരി വയ്ക്കാം. ഓക്കെ, റിപ്പയർ ആയില്ല. നമ്മളതിൽ റിപ്പയർ ചെയ്യണം. ഓക്കെ സാർ, റിപ്പയർ ആവാറായി. ഓക്കെ, തീരാറായി. തീർന്നില്ല, കുറച്ചും കൂടി ഇതുണ്ടോ ഗൈസ്? ഓക്കെ ഗൈസ്, തീരാറായി. എസ്കേപ്പ് കൊടുത്തിട്ട് എൻ്റെ ബാഗ് റിപ്പയർ ചെയ്യാനായിട്ട്. ഗൈസ്, ബാഗ് റിപ്പയറിങ് നമ്മൾ ലെവൽ 2 ആവണം. അത് കുറച്ച് പണിയായല്ലോ. നമ്മുടെ ബാഗ് എവിടെ? നമ്മുടെ ബാഗ് പോയി. ഇല്ല, തൽക്കാലത്തേക്ക് നോക്കി ബാഗ് തന്നെ ഉപയോഗിക്കാം. ഓക്കെ, നമ്മളെ ചെസ്റ്റ് എവിടെയെന്നറിയ? ചെസ്റ്റിൽ പോയിട്ട് മറ്റേ പാലിനെ കൊല്ലപ്പെട്ട സാധനം കിട്ടില്ലേ, അതുകൊണ്ട് ഇതിൽ കൊണ്ടുവയ്ക്കട്ടെ. ചെസ്റ്റ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും വയ്ക്കണോ? ഫർണസ് അത് മറ്റെന്തോ ഉരുക്കി എന്തോ ഉണ്ടാക്കുന്നതാണ് ഗൈസ്. ഫുഡ് സ്റ്റോറേജ് അത് നമുക്ക് സെറ്റാക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? വിസിറ്റ് സ്റ്റാർവേസ് മേഡോസ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലായില്ല. ഇനി നമ്മളടുത്ത് നേരത്തെ എടുത്ത് നടന്നു പോയില്ലേ ഗൈസ്, അവനെയാണോ ഉദ്ദേശിച്ചത്? എന്താണെന്ന് നോക്കിയപ്പോൾ 20 പാൽ സ്പിയർ ഉണ്ട് ഗൈസ്. ക്യാച്ച് എ ഫയർ അമിക്കിൻ. ഓക്കെ, നമുക്ക് നമ്മുടെ അടുത്തൊരു ഫയർ അമിക്കിൻ ക്യാച്ച് ചെയ്യണം. ഓക്കെ, നമുക്കിനി ഫയറൊക്കെ കിട്ടണം. നമ്മൾ ഒരു പ്രാവശ്യം ഫയർ ചെയ്തായിരുന്നു ഗൈസ്. പക്ഷെ എന്താ, നമുക്ക് ഈ സ്ഥലത്തോട്ട് പോകാനാണ് ഗൈസ് അവർ പറയണത്. ഇവിടെ ഫയർ പാൽ കിട്ടും. ഓക്കെ, നമുക്ക് അങ്ങോട്ടൊപ്പം പോകാം. നമ്മൾ നേരത്തെ ഒരു പാലിനെ പിടിച്ചായിരുന്നു ഈ ഒരു ഫയർ പാല്. നമ്മളത് ഒരു പ്രാവശ്യം കൂടെ പിടിക്കണമെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, അങ്ങോട്ട് പോകാനുള്ള ഇത്. ഓക്കെ, ആയിട്ടുണ്ട്. ഓക്കെ, ക്യാച്ച് ദ ഫയർ അമിക്കിൻ. ഇത് മിയാവുമാണ്. അയ്യോ അടി ഉണ്ടാക്കൽ. അയ്യോ, ഫയർ പാൽ ഇവൻ കുറച്ച് ടറ സാധനമാണ് കേട്ടോ. തിരിച്ചു കൊന്നടി. അറിയാതാ. എൻ്റെ പാലിൻ്റെ ഇത് കുറച്ച് കുറഞ്ഞ ലൈഫ്. ഇവിടെ ഫയർ പാലാണ് നിൽക്കണം, അല്ല മിയാവും. ഇവിടെ ഫയർ പാല്, ഇത് മിയാവിൻ്റെ വേറെയാണെന്ന് തോന്നീസ്. ഇവിടെ ആരാണ്? ഇവിടെ ഫുള്ളും മിയാവും അന്നീ. ഇവിടെയും മിയാവും. ഇവിടെ അറ്റാക്ക്. എൻ്റെ പാല തിരിച്ചു പിടിക്കട്ടെ.
ഇത് ഞാൻ ഒറ്റയ്ക്ക് മുറിച്ച് കയറ്റിക്കോളാം. ഓക്കെ, കയറും. ഇത് ഈസി ആയിട്ട് കയറി, സീരിയസ്ലി. കിറ്റടിക്കണം. ഓക്കെ, എവിടെ നമുക്ക് 2 പേരുണ്ട് ഇനി. ഇവന് കുറച്ച് ലെവൽ കൂടി. ഇവൻ ബോസാണെന്ന് തോന്നി. കണ്ടോ, അവൻ്റെ സൈഡിലായിട്ട് മറ്റേ ബോസിൻ്റെ ഒരു ചിഹ്നമുണ്ട്. സ്ലൈലി ഇഞ്ചേർഡ് എന്തോ, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കേസ് ഇവൻ ചെയ്യണ പണി തന്നെയാണ് ഫയർ ആരോ, ഫയർ ബ്രീത്ത്. ഫയർ ബ്രീത്താണ് ഈസ്. ഓക്കെ, ബിൽഡ് എ ഫർണസ്, ക്രാഫ്റ്റ് 5 സ്ക്രാപ്പ് പാർട്ട് ഉണ്ടാക്കണം. ഫർണസ് വേണം. പക്ഷെ നമ്മളതിലുള്ള ഈ ആയുധത്തിൻ്റെ കാലാവസ്ഥ തീരാറായി. നമുക്ക് തിരിച്ച് നമ്മളെ ബേസിലോട്ട് പോവാം. നമുക്കിപ്പോൾ ഫർണസ് ഉണ്ടാക്കാനുള്ള ഇത് വന്നിട്ടുണ്ട്. നൈസ്. നമുക്ക് സ്റ്റോണും പിന്നെ നമുക്ക് എന്തായിരുന്നു മെറ്റൽ സ്ക്രാപ്പ് അല്ല വുഡാണെന്ന് തോന്നിയത്, അതും വേണം. കേസ് നമുക്ക് ഇങ്ങോട്ട് വരാം. ഇതിനടുത്ത് നമുക്ക് എന്തൊക്കെ ഇതായി ഓപ്പൺ ആയിട്ടുണ്ട്. എന്താണ് ഫീഡർ ഇത് വേണം. ക്ലോത്തിന് നമുക്ക് ഫൈബർ വെച്ച് ക്ലോത്ത് ഉണ്ടാക്കാം. ഇതെന്താണ് പാരിഫെൻഡർ സൂട്ട്. ഓക്കെ. വുഡ് സ്റ്റോറേജ്, ഇതിൻ്റെ ആവശ്യം വരുമെന്ന് എനിക്കറിഞ്ഞൂടാ. യെസ് ഗൈസ്, ഇതിൻ്റെ ആവശ്യമുണ്ട്. ഇതിന് നമുക്ക് സാധാരണ ബോ ഉണ്ടാക്കുന്നതിന് നല്ലതിനെ കാട്ടി. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണം? മേഡ് അറ്റ് ബോൺ ഫയർ എന്താണെന്ന് ചോദിച്ചാൽ മനസ്സിലായില്ല. നമുക്ക് ഈ ഫീഡിൻ്റെ ഈ സാധനം നമുക്ക് സെറ്റ് ചെയ്യണം. അതിനടുത്ത് നമുക്ക് ഫർണസ് ബിൽഡ് ചെയ്യണം. എന്തൊക്കെ വേണം? ഫർണസിന് 10 തടിയും പിന്നെ 6 സ്റ്റോണും വേണം ഗൈസ്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു വർഷം കൂടെ കാണാം ഗൈസ്. എനിക്ക് വുഡെല്ലാം കിട്ടി ഗൈസ്. പക്ഷേ എല്ലായിടത്തും ഞാൻ തപ്പിയിട്ട് എനിക്ക് സ്റ്റോൺ കിട്ടിയില്ല ഗൈസ്. അപ്പം നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ട് സ്റ്റോണ്. ഇവിടുത്തെ സ്റ്റോൺ ഫുള്ളും തീർന്നെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ലോഡിങ്. ഓക്കെ ആയി. ഇനി ഇവിടെ സ്റ്റോൺ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യം. അയ്യോ അടേ എന്നിട്ട് അലക്കല്ലേ. എങ്ങനെയൊക്കെ മരുന്ന് രക്ഷപ്പെട്ട് ഗൈസ്. ഇവിടെ എന്താ പാലോ? ഈ റിപ്പയർ ചെയ്യാൻ വേണ്ടി ഇനി കുറേ സാധനങ്ങൾ അവർ ചോദിക്കും. കേട്ടി നമുക്ക് സ്റ്റോൺ എടുത്തിട്ട് നമുക്ക് തിരിച്ച് ബേസിലോട്ട് പോകണതാണ്. ഇവിടെ സ്റ്റോണില്ല. എന്തൊരു കഷ്ടോടെ. ഇപ്പോൾ സ്റ്റോണാണ് ഗൈസ് നമ്മളിവിടെ കുറവ്. സ്ക്രാപ്പൊക്കെ ഇവിടെ ഏതൊരു ബോസും. ഇതെന്തൊരു പാറ ഗൈസ്. ഒരു വെറൈറ്റി ഗൈസ്. പക്ഷെ അവൻ കുറച്ച് സീനാണ്. നമുക്ക് അവനെ കൊല്ലാനുള്ള ഇതൊന്നും ഇല്ല ഇപ്പം മിയാവിൻ്റെ വേറൊരു ഐറ്റമാണ് കേസ്. നമുക്കിവിടെ സ്റ്റോണില്ല. എന്തിരീ സ്റ്റോൺ ഇവിടെ സ്ക്രാപ്പ് കുറേ കിട്ടി. വുഡും ഉണ്ട്, ഇനി സ്റ്റോണും അത്ര മതി. പിന്നെ അങ്ങ് എടുത്താലോ. അവിടെ കിടക്കാല്ലേ. പിടി കയറും ഇല്ല, ഇത് കയറും. പിന്നെ അല്ല, നമ്മൾ അവനവൃത്തനങ്ങ് തൂക്കിയിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ അയ്യോ മിയാവും. അപ്പോൾ ഓൾറെഡി നമ്മളതിൽ ഉണ്ട്. അതാണ് ഞാൻ അവനെ കാണപ്പോൾ ഇവിടെ സ്റ്റോൺ ഉണ്ട്. അപ്പുറത്ത് കൊക്കയാണെന്ന് തോന്നുന്നു ഗൈസ്. അതിൻ്റെ അടിയിലോട്ട് നമ്മളെ കിട്ടൂല. ഇല്ലേ, ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല ഗൈസ്. ഇത്രേ ഉള്ളൂ സ്റ്റോണ്. ഇപ്പം നമ്മളൊരാളെ പിടിച്ചതിനല്ല, ഇവൻ നമ്മളതിലുണ്ട്. ഇവൻ തന്നെ മിയാവും. ഈ 20 അവൻ്റെ അറ്റാക്ക്. നമ്മളത് 22. ഓക്കെ, നമുക്കപ്പോൾ സ്റ്റോൺ ഇവിടെ നിന്ന് ഒരെണ്ണ കിട്ടിയോളൂ. ഓക്കെ,
ഞാൻ മറ്റേ ആ പായ എന്നെ അടിക്കാണ്ട് ഇത് വെട്ടാൻ പറ്റുമോ? നമുക്ക് ഇങ്ങനത്തെ സ്റ്റോണൊന്നും വെട്ടാൻ പറ്റൂലടേ. ഇവിടെ സ്റ്റോണൊന്നുമില്ല. മാപ്പിലുണ്ടായിനി. നമുക്ക് ഈ ഏരിയയിലായിട്ട് സ്റ്റോൺ കാണും. ആ സ്റ്റോണൊക്കെ ഇങ്ങോട്ട് പോയ സ്റ്റോൺ കിട്ടും. നമുക്ക് അങ്ങോട്ട് കുറച്ച് ദൂരമാണ് ഗൈസ്. നമ്മളിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മളെ ബേസ്. അപ്പം തിരിച്ച് അയ്യോ 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 അവനെ പിടിക്കണം. എടാ ഇവൻ്റെ അറ്റാക്ക് നോക്കണേ. ഇവിടെ പാല ഇറങ്ങിപ്പോയി അടിയാണ് അവനെ. മെഡിക്കറ്റില്ല. അടി അവനെ അടിച്ച കൊല്ലണ്ട. ഒഴിഞ്ഞു മാറിയോ. അടി പാൽ സ്പീർ ചത്ത്. ഇതെന്തൊരു കഷ്ടോടെ. അവനാ പാൽ സ്പീർ ഞാൻ കൊണ്ട് എറിഞ്ഞടേ. എന്നിട്ടത് ജസ്റ്റ് മിസ്സിൽ അവൻ അങ്ങ് കാട്ടിക്കളഞ്ഞു. അടുത്ത ഉണ്ടാക്കണമെങ്കിൽ ബിൽഡാണെങ്കിൽ ബെഡ് ആൻഡ് ലോക്ക്. നമുക്കൊരു ബെഡും കൂടെ ഉണ്ടാക്കാം ഗൈസ്. നമുക്ക് ബെഡ് എവിടെ ചോദിക്കാം? ഇവിടെ ചോദിക്കാം. ഓക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം കൂടെ ഉണ്ടാക്കാം. ഇന്നല്ലേ ഒരെണ്ണം കൂടെ ഉണ്ടാക്കാം. കുറേ പാലൊക്കെ പിടിച്ചിടാം. ഇവിടേക്കും കൂടെ ഇത്ര മതി. നമുക്കൂടെ സഹായിക്കാം. ഓക്കെ ഇനി അപ്പുറത്ത് പോയി ചെയ്യണം. ഞാൻ കുറച്ച് ബെറീസൊക്കെ തിന്നോട്ട് എനിക്ക് മേടിക്കിട്ടില്ല. ഫുള്ള് ഞാൻ തിന്നിട്ടു. കാരണം എൻ്റെ പാലിന് കൊടുക്കാറില്ലേ കുറച്ച്. ഓക്കെ പാലിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ എനിക്ക് ഫുള്ളാവാറായിട്ടുണ്ട്. ഓക്കെ എല്ലായിടത്തും കഴിഞ്ഞ്. ഓക്കെ എല്ലായിടത്തും കഴിഞ്ഞിട്ടുണ്ട് പണി. ഇവിടെ കഴിഞ്ഞിട്ട് ഓക്കെ ഇനി പോയിട്ട് എല്ലാത്തിനെയും ഇറക്കി വിടണം. ഫാമറിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. നമുക്കിപ്പം മറ്റേ വർക്ക് ചെയ്യാനുണ്ട്. ഹാൻഡിമാൻ ഒരാളേ ഉള്ളൂ. നമുക്ക് ഇവൻ്റെ അറ്റാക്ക് എത്രയാണ്? നമുക്ക് ഇത് അൺലോക്ക് ചെയ്യണമെങ്കിൽ എന്തിനാണ്? മോർ പോക്കഷോ യു നീഡ് ഇവൻ ബെറ്റർ ആർ ബാൻഡ. ഇവനെ അത്രയ്ക്ക് അറ്റാക്കിൻ്റെ ഇത് കുറവാണ്. ഇവനടുത്ത് ഇതിലിടാമോ? ഓക്കെ സാർ. അവൻ മറ്റേ മരം വെട്ടുന്ന ആളാണ്. ഇവൻ മറ്റേ മൈനിങ് ആണ്. കേസ് ഒരു മൈനിങ്ങും ആയിട്ടുണ്ട്. ഇവൻ അടുത്തൊരു ഇവൻ്റെ അറ്റാക്ക് കുറച്ച് ഇതാണ്. എന്തായാലും കുഴപ്പമില്ല. അവൻ മറ്റേ മരമാണ് വെട്ടണത്. പിന്നെ മറ്റേ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുകയും ചെയ്യുന്നു ഗൈസ്. ഓക്കെ ഇവനെ ഇല്ല സ്പേസ് ഇല്ല. ഓക്കെ അങ്ങനെ ബേസിൽ കുറേ ആൾ ഇറക്കി ആടെ നടന്നു പോണി പോയി. പണിയൊന്നുമില്ല കേട്ടോ. എനിക്ക് പണിയൊന്നുമില്ല. അല്ല കുറേ മൈനിങ് ഒക്കെ ചെയ്യണ ആളുകളൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെ എന്താണ് ചെയ്യണം? എനിക്ക് തോന്നുന്നു അവരൊക്കെ ഇവിടെ വന്നായിരിക്കും ചിലപ്പോൾ മരം വെട്ടണത്. അവരൊക്കെ ഇവിടെ കളിച്ചൊക്കെ നടക്കുമായിരിക്കും. ഓക്കെ താണ്ട് ഇവിടെ വിളിച്ചോണ്ട് നമ്മളെ മീയാവും. നമ്മൾ പറയാതെ ഒന്ന് പണിയെടുക്കൂലേ. ഇവിടെ വന്നിറങ്ങി ചെയ്യണം. നമുക്ക് ഫീഡ് വയ്ക്കണം. ഫീഡർ ഞാനതങ്ങ് മറന്നുവിടെ. ഫീഡ് ഇതെന്തിനാണ്? മെറ്റൽ സ്ക്രാപ്പ് ആർട്ട് സെറ്റാക്കുക പോടാൻ ബ്ലാങ്ക്. അതെങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നെ നമുക്ക് വർക്ക് ബെഞ്ചിലല്ലേ അത് ഉണ്ടാക്കേണ്ടത്. അതെങ്ങനെയൊന്നും ഉണ്ടാക്കണമെന്ന് മറന്നുമില്ല. ഈ സാധനം ഫർണസ് വേണോടെ ഇതിന്. കാർപ്പൻ്റർ ടേബിൾ നോക്കിപ്പോൾ ഓപ്പണായി.
കാർപ്പൻ്റർ ടേബിൾ ഓപ്പൺ ആയ പക്ഷേ അതിനെ കുറച്ച് ഇതൊക്കെ വേണം. ഫുഡ് സ്റ്റോറേജ് അല്ല വേണ്ടത്, കാർപ്പൻ്റർ ടേബിൾ. ഓക്കെ, നമുക്ക് ഫൈബറും സ്ക്രാപ്പ് അതെല്ലാം നമുക്ക് സെറ്റ് ആയിട്ട് ഒരു പ്രാവശ്യം കൂടെ കാണാം ഗൈസ്. ശരിക്കും നമുക്കത് ഉണ്ടാക്കാൻ നമുക്ക് സ്ക്രാപ്പല്ല ഗൈസ് വേണ്ടത്, മറ്റേ അതിൻ്റെ പാർട്ടാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഫർണസാണ് ഗൈസ് ഉണ്ടാക്കേണ്ടത്. ഫർണസ് ഉണ്ടാക്കാൻ നമുക്ക് സ്റ്റോൺ, എവിടെ പോയാലും സ്റ്റോൺ. അതേപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള പിക്കാസ് പൊട്ടിപ്പോയി ഗൈസ്. അതിന് റിപ്പയർ ചെയ്യണക്കാട്ടി പുതിയതൊരെണ്ണം ഉണ്ടാക്കണതാണ്. ഇതൊരു വെറൈറ്റി പാലാണല്ലോ, ആവശ്യപ്പെടാനല്ല. ഇവൻ ടിങ്കിളാണ് ഗൈസ്. ഞാൻ ചുമ്മാ മിയാവൂന്നാണ് ഗൈസ് ഇവനെ പറഞ്ഞുകൊണ്ടിരുന്ന. ഇവൻ വേറൊരു പാലാണ്, പക്ഷെ അവൻ അത്രയ്ക്ക് ചീപ്ലി ഗ്യാസാണ് ഗൈസ് അവൻ. എൻ്റെ ഉള്ള പാൽ സ്പീർ ഇപ്പം 15. ഓക്കെ എനിക്ക് സ്റ്റോൺ കണ്ടുപിടിക്കണം. അതിനുമുമ്പ് എനിക്ക് മറ്റേ ഫീഡ് ഉണ്ടാക്കാൻ എന്തിനാണ് വേണ്ട, അതിന് തന്നെയല്ലേ ഇതൊക്കെ. ഓക്കെ, കുറച്ച് ബെറീസ് ഉറിക്കാം. ഓക്കെ, ഇവിടെ ആയിട്ട് ഫുഡൊക്കെ ഉണ്ട്. മെഡിക്കറ്റ് കൂട്ടാൻ ഇത് നല്ലതാണ്. ഞാൻ കുറച്ച് മെഡിക്കറ്റ് കൂട്ടി. സ്റ്റോണ് ചിലപ്പോൾ ഇവിടെ കാണാം. തവള ഇവിടെ മീൻ. അയ്യോ, ഞാൻ കണ്ടിട്ടില്ലേ. അയ്യോ, ഇവിടെ പാല് തിരിച്ചോ. ഇവിടെ ഇവന്മാരെന്നെ പിന്തുടർന്നു പറഞ്ഞു. ഞാൻ മാത്രം അവന്മാരെന്ത് ചെയ്താ സീനായി കഴിച്ചു. എൻ്റെ അടുത്ത് ഓടിക്കോ. പാലിനെ അവിടെ ഇട്ടിട്ട് ഞാൻ ഓടി. നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു വിളിക്കാം. എന്നെ നീ എൻ്റെ പുറകെ വന്നോടാ. ഇവന് വേറെ പണിയൊന്നും എടുക്കൂലല്ലേ. എന്തിനാണ് കം ക്ലോസ് എന്നിട്ട് എന്തിനാണെന്തോ. അയ്യോ, അത് അടിച്ച് പൊളിക്കാൻ നോക്കണം. ഓക്കെ, ഇതെന്തിനാണ് എന്തിനാ ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് പിക്കാസ് റിപ്പയർ ചെയ്യാനല്ല ഈ നമ്മളേന്ന് അത് പൊട്ടിപ്പോയി. അത് ഇല്ല ഇനി. ഇപ്പം നമുക്ക് പോയിട്ടൊരു പിക്കാസ് അങ്ങ് ഉണ്ടാക്കാം. പിക്കാസ് ഇതിലല്ല, നമുക്ക് അമ്പുമ്മിലുണ്ടാക്കിയല്ല. അമ്പുമ്മില് വോയിസ് അതിന് വർക്കിനിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യണേ, ഇതിലൂടെ കുറേ പേരുണ്ടല്ലോ. പിന്നല്ല അവരും ഒന്ന് വർക്ക് ചെയ്തോളും. ഓക്കെ, അപ്പം ഞാൻ ഇതിൽ ഫാദർ പിക്കാസ്. ഓക്കെ, ഇത് ഞാൻ വർക്കിനിട്ടിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യേണ്ടി വരുമോ? ഇല്ല ഇവന്മാരൊന്ന് സഹായിച്ചോളും. വേഗം വാ, പെട്ടെന്ന് വാടാ. നമ്മൾ രണ്ടുപേരേ ഉള്ളോ ഇവിടെ. ഇതിൻ്റെ പണി തീർന്നു. ഓക്കെ, പണി തീർന്നു. അത് എടുക്കാൻ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ്റെ ആയുധമായി കാണില്ല. അപ്പോൾ നമുക്കും കൂടെ സഹായിക്കാൻ കയറി. എൻ്റെ പെറ്റും ഒന്ന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പോയിട്ട് പിക്കാസിൻ്റെ റെഡി ആയിട്ട് ഇത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം. ടേക്ക് കൊടുത്തിട്ട് ആയുധത്തിൽ പോയിട്ട് ഇതെടുത്ത് തരട്ട്. ഓക്കെ, നമ്മളെ ബാറ്റിൻ്റെ കാലാവസ്ഥ തീരാറായി. അതുകൊണ്ട് തന്നെ ഇതിനടുത്ത് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുമോ? ഇല്ലേ. അപ്പോൾ അതിൻ്റെ പണി തീരണവരെങ്ങനെയൊക്കെ അല്ലെങ്കിൽ വേണ്ട റിപ്പയർ ചെയ്യാം. ചിലപ്പോൾ നമ്മൾ അമ്പ് തീർന്നാൽ എന്ത് ചെയ്യും? ഇതൊക്കെയായിട്ട് റിപ്പയറിന് ഇട്ടിട്ടുണ്ട്. സഹായിക്കാരും ഇല്ലേടെ ഇവിടെ. ഞാൻ കുറേ പേര് ഇവർക്ക് വിശക്കണമായിരിക്കും, അതുകൊണ്ടായിരിക്കും ചെയ്യാത്തത്. എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. ക്രാഫ്റ്റ് 5 പാർട്ട്. ഓക്കെ, ഫർണസ് ഉണ്ടാക്കണം എങ്ങനെയെങ്കിലും, അല്ലാതെ ഒരു പണി നടക്കൂല. ഓക്കെ, ഇത് സെറ്റാക്കിയിട്ടുണ്ട്. കേക്ക് കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഇതെങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ അറ്റാക്ക് ചെയ്യണം? ഇതിലിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇതൊരു വീടപ്പോൾ തെറിച്ചു സീന്. ഒരാളെ അങ്ങ് വേട്ടയാടണം. ഇതിനൊക്കെ അമ്പൊന്നും വേണ്ട. ഇത് അൾട്ടിമേറ്റാണ് തോന്നുന്നത് ഗീസ്. കുറച്ച് ഫുഡ് ലോഗൊക്കെ ഉണ്ട്. നമുക്ക് മറ്റേ ഈ പാൽ സ്പീർ അപ്ഗ്രേഡ് ഓക്കെ, നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും.
ഗൈസ് ഇതെന്താണ്? സ്കാവഞ്ചേഴ്സ്, കോമൺ ഡാമേജ്, ക്രാഫ്റ്റ് ടൈം, അറ്റാക്ക് റേഞ്ച്, അറ്റാക്ക് സ്പീഡ്. എന്താണ്? നമുക്കൊരു ഡ്രസ്സ് ഉണ്ടാക്കണം അല്ലേ? അപ്ഗ്രേഡ് ഇക്വിപ്മെൻറ്റ്, ബെഞ്ച്, എല്ലാം എന്തിനു വന്നാലും ബെഞ്ചൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം. ഓക്കെ, നമുക്കിനി ഫർണസ് ഉണ്ടാക്കണം. അതിന് വേണ്ടി നമുക്ക് സ്റ്റോൺ വേണം ഗൈസ്. അപ്പം ഞാൻ സ്റ്റോണൊക്കെ കണ്ടുപിടിച്ചിട്ട് ഒരു വർഷം കൂടെ കാണാം. ഓക്കെ, ഇവിടെ സ്റ്റോണൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഇനി സ്റ്റോണിന് എവിടെ നിന്ന് കിട്ടുമെന്നോടെ? സ്റ്റോണൊന്നും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഗൈസ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇവിടെ ചെന്ന് നിർത്തുകയാണ്. അപ്പോൾ എൻ്റെ പാർട്ട് 4 ആയിട്ട് അടുത്ത വീഡിയോ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.